എല്ലാവർക്കും അറിയുന്ന പോലെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെ അതിൻ്റെ ഒരു ഫ്രാഗ്രൻസിന്റെ സ്മെല്ല് അത്രത്തോളം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും ബ്ലൂ ലേഡി. ഇത് അറിയാത്തവർ വളരെ ചുരുക്കം ആൾക്കാരുണ്ടാവും. നാട്ടിലൊക്കെ പോകുന്ന പ്രവാസികൾ പ്രത്യേകിച്ചും ഈ ഒരു പെർഫ്യൂം വാങ്ങിക്കാതെ പോകുന്ന ആളുകൾ ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ ഒരു ബ്രാൻഡ് അതേതാണെന്ന് പലർക്കും അറിയില്ല. ഇത് ശരിക്കും റസാസിയുടെ ബ്ലൂ ലേഡിയാണ്. മാർക്കറ്റിൽ അത്രത്തോളം ഹിറ്റായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ബ്ലൂ ലേഡി എന്ന് പറയുന്നത്. റസാസിയുടെ ബ്ലൂ ലേഡി വന്നതിന് ശേഷം മാർക്കറ്റിൽ ആ ഒരു പ്രൊഡക്റ്റ് ഹിറ്റായതിനു ശേഷം റസാസിയുടെ ബ്രാൻഡ് വാല്യൂ കുറച്ച് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ആണ് മാർക്കറ്റിലെ റസാസിയുടെ ബ്ലൂ ലേഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലത്തെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്, അർമാഫിന്റെ ക്ലബ് ദി നൂർ. ഈ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് ശരിക്കും 2015-2016 തുടക്കത്തിൽ ഇത് ആളുകളിലേക്ക് അത്രത്തോളം എത്തിയിട്ടില്ല, അത്രത്തോളം ആളുകൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഏകദേശം ലാസ്റ്റ് 4 വർഷമായിട്ടാണ് ഈ ഒരു ഫ്രാഗ്രൻസ്, അതായത് 2019 ശേഷമാണ് ഈ ഒരു ഫ്രാഗ്രൻസ് മാർക്കറ്റിൽ അത്രത്തോളം ഹിറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് മാറിയത്. അതിനുശേഷം ഈ ഒരു അർമാഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എത്രത്തോളം എൻഹാൻസ് ചെയ്തിട്ട് ആ ഒരു മാർക്കറ്റിൽ അത്രത്തോളം ഒരു ബ്രാൻഡ് വാല്യൂ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഈ ഒരു ക്ലബ് ഡി നൂയ് ഇത്രത്തോളം ഹിറ്റ് ആവാൻ കാരണം ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ ഈ ഒരു ഫ്രാഗ്രൻസിന്റെ ആ ഒരു സ്മെല്ല് എന്താ പറയുക, ഓരോരുത്തർക്കും അത്രത്തോളം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്മെല്ലായതുകൊണ്ടാണ് വേൾഡ് വൈഡ് ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രത്തോളം ഹിറ്റ് ആയിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് റിവ്യൂ ചെയ്തിട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന നോട്ട്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ആരെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ എത്രത്തോളം ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെ ഒരു ഫ്രാഗ്രൻസിന്റെ ആ ഒരു ടൈപ്പ് നോട്ട്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്തി തരാം. അർമാഫിന്റെ ക്ലബ് ഡി നൂയ് UAE മെയ്ഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. സ്റ്റെർലിംഗ് മാനുഫാക്ചറിങ് കമ്പനിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുന്നത്. അവർ തന്നെയാണ് ഈ ഒരു അർമാഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കാണണമെങ്കിൽ ശരിക്കും ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതിൽ ഒരു നോട്ട്സ് കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു കാർഡ് ഉണ്ട്. പിന്നെ അതുപോലെ ഇതിൽ മറ്റു പ്രൊഡക്റ്റുകൾ, അവരെ മറ്റു പ്രൊഡക്റ്റുകളുടെ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിനോ ബോക്സിന്റെ ക്വാളിറ്റി തന്നെ അത്രത്തോളം എന്താ പറയുക ഒരു ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയ സമയത്തുള്ള ആ ഒരു ബോക്സ് അല്ല, അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബോക്സിലൊക്കെ കുറച്ചും കൂടി ക്വാളിറ്റി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് പ്രത്യേകം ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന പോലെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെ അതിന്റെ ഒരു ഫ്രാഗ്രൻസിന്റെ സ്മെല്ല് അത്രത്തോളം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. ക്ലബ് ഡി നൂയ് ഒരു മെൻ ഫ്രാഗ്രൻസ് ആണ്. ഈ ഒരു ക്ലബ് ഡി നൂയിന്റെ സ്മെല്ല് എല്ലാവർക്കും അറിയെങ്കിലും മിക്കവാറും ആളുകൾക്ക് ഇത് ഏതിന്റെ ഇൻസ്പിറേഷൻ ആണെന്നുള്ളത് ചിലപ്പം അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ശരിക്കും ഒരു ക്രീഡ് അവഞ്ചേഴ്സിന്റെ ഓൾമോസ്റ്റ് ക്ലോസ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് അതിൽ. ക്രീഡ് അവഞ്ചേഴ്സിന് നമുക്കറിയാം ഏകദേശം 1000+ ദിറംസ് ഉണ്ട്. അപ്പൊ അത്രത്തോളം വാല്യൂ കൊടുത്തിട്ട് സാധാരണക്കാർക്ക് ക്രീഡ് അവഞ്ചേഴ്സ് വാങ്ങി ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ അർമാഫ് ശരിക്കും ഒരു ക്ലബ് ഡി നൂയ് എന്നുള്ള ഈ ഒരു ഫ്രാഗ്രൻസ് ആ ഒരു സെയിം ഇൻസ്പിറേഷൻ ഫ്രാഗ്രൻസ് ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു ഫ്രാഗ്രൻസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത്യാവശ്യം ലാസ്റ്റിംഗും ഉണ്ട്. അതേപോലെ ഇതിന്റെ ഒരു പ്ലസൻസ്, ഒരു എന്താ പറയുക, നമ്മൾ ഫ്രാഗ്രൻസ് ഉപയോഗിക്കുന്ന നമ്മൾ ഓഫീസിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾക്ക് അരോസരപ്പെടുത്താത്ത രീതിയിലുള്ള ആ ഒരു ഫ്രഷ്നെസ് ഈ ഒരു ഫ്രാഗ്രൻസിലുണ്ട്. ഇതിന്റെ നോട്ട്സ് വന്നിട്ട് ടോപ്പ് നോട്ടിൽ സിട്രസ് നോട്ട്സ് അല്ലെങ്കിൽ ഗ്രീൻ ആപ്പിളിന്റെ ഒക്കെ ആ ഒരു സ്മെല്ലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചായിട്ടൊരു പൈനാപ്പിളിന്റെ സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ മിഡിൽ നോട്ടായിട്ട് ഒരു റോസിന്റെ അത് വളരെ മൈൽഡായിട്ട് ഒരു ഫ്ലോറൽ സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ ബേസ് നോട്ടിൽ അച്ചോളി അല്ലെങ്കിൽ വാനില, മസ്കി ടൈപ്പ് നോട്ട്സ്, ഇതൊക്കെയാണ് ബേസ് നോട്ടിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിന്റെ ലാസ്റ്റിംഗ് വന്നിട്ട് ഏകദേശം 5 to 6 hours എന്തായാലും ഇത് ഇൻഡോറിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് അറൗണ്ട് 100 ദിറംസിന്റെ അടുത്ത് വരുന്നുള്ളൂ. അപ്പൊ ആർക്കും ഒരേപോലെ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റിയിരിക്കുന്ന ഫ്രാഗ്രൻസ് ആണ്. ഇത് ശരിക്കും ഒരാൾ വാങ്ങിച്ചിട്ട് ഇതിലൊരു തെറ്റായിട്ട് ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത്രത്തോളം ഈ ഒരു ഫ്രാഗ്രൻസിന്റെ ക്വാളിറ്റി
ഈ ഒരു ഫ്രാഗ്രൻസിൽ ഉണ്ട്. അപ്പോൾ ഒരേപോലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ എന്താ പറയുക മെൻ ഫ്രാഗ്രൻസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു മെൻ ഫ്രാഗ്രൻസ് ഒരേപോലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. നിങ്ങൾക്ക് ആർക്ക് ഇതൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ പേഴ്സണലി ഉപയോഗിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ആരെങ്കിലും ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഫ്രാഗ്രൻസ് വാങ്ങി ഉപയോഗിക്കാം. ഈ ക്ലബ് ഡി ന്യൂയി വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ബൈ.